നമസ്കാരം. റൊമാൻറ്റിക് മൂവീസ് ടു വാച്ച്. ആദ്യത്തെ സിനിമ ബിഫോർ സൺറൈസ്. ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെടുന്ന രണ്ടുപേർ ഒരു രാത്രി വിയന്നയിൽ സ്പെൻഡ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഡിസ്കഷൻ്റെ ഡെപ്തും വിയന്നയുടെ മനോഹാരിതയും അൺകട്ട് ലോങ് ഷോട്ട്സും ഒക്കെ കൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നൊരു സിനിമയാണ് ബിഫോർ സൺറൈസ്. അടുത്ത സിനിമ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. അഭിമാനവും മുൻവിധികളും. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലാണ് കഥ നടക്കുന്നത്. സമ്പന്നനായ മിസ്റ്റർ ഡാഴ്സിയും മധ്യവർഗത്തിൽപ്പെട്ട എലിസബത്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. ഇവർ പരസ്പരം അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്തുന്നതും ഇമ്പ്രൂവ് ആകുന്നതും അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. മിസ്റ്റർ ഡാഴ്സി ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഓക്കാർഡായിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് പുള്ളിയുടെ പല ഇൻറ്റൻഷൻസും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെടുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സിനിമാസ് മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് മാൻ എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രമാണ് മിസ്റ്റർ ഡാഴ്സി. എലിസബത്ത് ആണെങ്കിൽ ആ കാലഘട്ടത്തിലെ ബാക്കി പെൺകുട്ടികളെ പോലെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് അതുപോലെ അനുസരിക്കാതെ തൻ്റെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അടുത്ത സിനിമ ഇൻ ദ മൂഡ് ഫോർ ലവ്. അയൽക്കാരായ ഒരു യുവാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് അവരെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ അവർക്ക് ചീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രണയത്തിനുള്ള മൂഡ് സെറ്റായി നിൽപ്പുണ്ട്, പക്ഷേ പ്രണയിക്കാൻ കഴിയുന്നില്ല. ആ സിറ്റുവേഷനിലേക്ക് മനോഹരമായ വിഷ്വൽസ് കൊണ്ടും മാസ്മരികമായ സംഗീതം കൊണ്ടും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് സംവിധായകൻ ഓങ്കാർ വായ്. കാസബ്ലാങ്ക. 2-ാം ലോകയുദ്ധക്കാലത്ത് യൂറോപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരുന്നവർ ഒരു ഇടത്താവളമായി കരുതിയിരുന്ന സ്ഥലമാണ് മൊറോക്കൻ പട്ടണമായ കാസബ്ലാങ്ക. അവിടെ ഒരു കഫേ നടത്തുന്ന റിക്കാണ് പ്രധാന കഥാപാത്രം. ഹംഫ്രി ബോഗാർട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കുറേ കിടിലം വൺ ലൈനേഴ്സ് ഉള്ള സിനിമയാണ്. പ്രധാന കഥാപാത്രങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസും അവരകപ്പെട്ടിരിക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും ഒക്കെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്. ഇൻസെക്യൂറായ ഇമോഷണലി അൺസ്റ്റേബിളായ രണ്ടുപേർ തമ്മിലുള്ള പ്രണയം കാണിച്ച സിനിമ. ഒരു മെഡിക്കൽ പ്രോസസ്സിലൂടെ രണ്ടുപേരും പരസ്പരം മറക്കുന്നു, പക്ഷേ യാദൃച്ഛികമായി വീണ്ടും അവർ പ്രണയത്തിലാവുന്നു. അങ്ങനെ ഒരു മാജിക്കൽ സിറ്റുവേഷനിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നൊരു മനോഹര സിനിമയാണ്. ഒരു സെലിബ്രിറ്റിയും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള പ്രണയവും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ തമാശയുടെ മേമ്പൊടിയോടെ നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് നോട്ടിംഗ് ഹിൽ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഏതെങ്കിലും സിനിമ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ബൈ.